എല്ലാവർക്കും നമസ്കാരം. നദാനി അക്വറിയത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ക്രൈഫിഷിൻ്റെ ഫുഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫുഡ് പ്രധാന വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ വാട്ടർ പ്ലാന്റുകളാണ് ഏറ്റവും നല്ല ഫുഡ് എന്നുണ്ടെങ്കിലും നമ്മൾ വാട്ടർ പ്ലാന്റ് പ്ലാന്റ് ചെയ്യുന്ന സമയത്തിൻ്റെ മൂന്നിലൊന്ന് മതി അവരത് തിന്ന് തീർക്കാനായിട്ട്. അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേനും നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടി ചത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രൈഫിഷുകൾ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും. ഏറ്റവും പ്രധാന വെല്ലുവിളി ഫുഡ് തന്നെയാണ്. പിന്നെ തുടക്കക്കാർക്ക് എന്താ ഫുഡ് കൊടുക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിവിടെ നമ്മുടെ ഫാമിൽ കൊടുക്കുന്ന ഫുഡ് പരിചയപ്പെടുത്താനാണ്. അതുപോലെ തന്നെ ഫുഡ് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറായിട്ട് അയച്ചു തരുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ ഡീറ്റെയിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫുഡുകളൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രണ്ട് തരത്തിലുള്ള പെല്ലറ്റ് ഫുഡുകളാണ് നമ്മുടെ ക്രൈഫിഷുകൾക്ക് കൊടുക്കുന്നത്. മീനുകളും ഇതൊക്കെ തന്നെ കഴിക്കുന്നത് കേട്ടോ. മീനുകൾ കഴിക്കുകയോ ഇല്ലയോ എന്നൊക്കെ സംശയമുണ്ട്. മീനുകളും ഈ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് തരമാണ്. ഒന്ന് പൗഡർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കലങ്ങി വെള്ളം ചീത്തയാവുന്ന പൗഡറല്ല, തരി രൂപത്തിലുള്ള വെള്ളത്തിലിടുമ്പോഴത്തേക്കും താന്നു പോകുന്നതാണ് കേട്ടോ. നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ താന്നു പോകുന്ന ഫുഡാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ഫുഡുകൾ പോലെ നമ്മൾ സ്പൂണിലോ പാത്രത്തിലോ ചാലിച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ഇട്ട് ഫീഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ പൗഡർ ഫുഡ് ഈ കാണുന്നതാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. വിരിഞ്ഞിറങ്ങി ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അവർ ആ ഫീഡ് കഴിച്ചു തുടങ്ങും. ക്രൈഫിഷുകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പെട്ടെന്ന് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഫുഡ് വൈകിയാൽ കടി കൂടി കൊന്നു തിന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടർ ഫുഡാണ് ഈ കാണുന്നത്. പ്രോട്ടീൻ കണ്ടൻറ്റും അത്യാവശ്യം കൂടുതലുള്ള ഫുഡാണ്. പെട്ടെന്ന് ഗ്രോത്ത് കയറും കേട്ടോ. നമ്മളിവിടെ സെയിലിന് റെഡിയാക്കി എടുക്കുന്ന 2-2.5 മാസത്തിനുള്ളിൽ സെയിലിന് റെഡിയാക്കി എടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഇതാണ്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് ഈ കാണുന്ന പെല്ലറ്റ് ഫുഡാണ്. ഈ പെല്ലറ്റ് ഫുഡിൻ്റെ ഇടയിൽ, അതായത് സ്റ്റാർട്ടർ ഫുഡ് പൗഡർ ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുഡും കൂടി നമുക്ക് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ നിലവിൽ കൊടുക്കാറില്ല. ഇപ്പോൾ നമ്മൾ 2 മാസം പൗഡർ ഫുഡ് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന പെല്ലറ്റ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. പെല്ലറ്റ് ഫുഡും ഡയറക്റ്റ് വെള്ളത്തിൻ്റെ ഇടയിലേക്ക് താന്നു പോകുന്ന ഫുഡാണ്. വാട്ടർ പ്ലാന്റുകൾ നമുക്ക് പ്ലാന്റ് ചെയ്തെടുക്കാനുള്ള സ്ഥലത്തിൻ്റെ സൗകര്യക്കുറവും അല്ലെങ്കിൽ ഈ കുട്ടികളെ പെട്ടെന്ന് ഗ്രോത്താക്കി നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഫുഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്രൈഫിഷിൻ്റെ പരിപാടി ആരംഭിച്ചപ്പോൾ തുടങ്ങി കൊടുക്കുന്ന നല്ലൊരു ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഇത്ര ക്വാണ്ടിറ്റി ഒന്നുമില്ല. 50 ഗ്രാം വേണമെങ്കിൽ 50 ഗ്രാമോ 100 ഗ്രാം വേണമെങ്കിൽ 100 ഗ്രാമോ നിങ്ങളുടെ തൂക്കത്തിനും നിങ്ങളുടെ കയ്യിലുള്ള ക്രൈഫിഷുകളുടെ എണ്ണത്തിനനുസരിച്ച് എത്ര വേണോ അത്ര വേണമെങ്കിൽ നമ്മൾ അയച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ഡീറ്റെയിൽ കണ്ടല്ലോ, ഏതൊക്കെ രൂപത്തിലുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടർ ഫുഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. നമ്മളൊരു 2-2.5 മാസമൊക്കെ കൊടുക്കുന്ന ഫുഡാണ്. അതിന് ശേഷമാണ് നമ്മൾ പെല്ലറ്റ് ഫുഡ് കൊടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ആ 2 തരത്തിലുള്ള ഫുഡുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഗ്രോവർ എന്ന് പറഞ്ഞ ഒരു ഫുഡും കൂടി നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളത് ഉപയോഗിക്കാറില്ല. സ്റ്റാർട്ടർ കഴിഞ്ഞാൽ നേരെ നമ്മുടെ പെല്ലറ്റ് ഫുഡ് കൊടുത്തു തുടങ്ങിയാണ്. അപ്പോൾ ഈ 2 പെല്ലറ്റാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ക്രൈഫിഷുകളെ വളർത്തുന്നവർക്ക് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ് ഈ ഫുഡിൻ്റെ ഒരു കേസ്. പല ബ്രാൻഡുകളിലൊക്കെ നമുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ വിലയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ എന്തായാലും ഒരു റീസണബിൾ പ്രൈസിനാണ് നമ്മളിവിടെ ക്രൈഫിഷിൻ്റെ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ നമുക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ വീഡിയോകളൊക്കെ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു.